Our next topic in 5th module is directional couplers. Directional coupler ഒരു മൈക്രോവേവ് ഹൈബ്രിഡ് ജംഗ്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോവേവ് ജംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇ പ്ലെയിൻ ടി, എച്ച് പ്ലെയിൻ ടി ആൻഡ് മാജിക് ടി. ഇതിൽ ഇ പ്ലെയിൻ ടിയും എച്ച് പ്ലെയിൻ ടിയും 3 പോർട്ട് നെറ്റ്വർക്ക്സ് ആയിരുന്നു. മാജിക് ടി ഒരു 4 പോർട്ട് ഡിവൈസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു 4 പോർട്ട് ഡിവൈസാണ് ഡയറക്ഷണൽ കപ്ലർ. ഇത് ആക്ച്വലി മെഷർമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈക്രോവേവ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്മോൾ എമൗണ്ട് സാമ്പിൾ ചെയ്ത് മെഷർമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയറക്ഷണൽ കപ്ലർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം ഇതിൽ 2 വേവ് ഗൈഡാണ് മെയിനായിട്ടുള്ളത്. ഒരു പ്രൈമറി വേവ് ഗൈഡും ഒരു സെക്കൻഡറി വേവ് ഗൈഡും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് പ്രൈമറി വേവ് ഗൈഡ്, എന്തുകൊണ്ടാണ് സെക്കൻഡറി വേവ് ഗൈഡ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പോർട്ട് 1ഉം പോർട്ട് 2ഉം ലീനിയർലി ആൻഡ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നതാണ് പോർട്ട് 3ഉം പോർട്ട് 4ഉം. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഓക്സിലറി ഓർ സെക്കൻഡറി വേവ് ഗൈഡ് എന്നും ഇതിനെ പ്രൈമറി വേവ് ഗൈഡ് എന്നും വിളിക്കുന്നത്. ഇനി തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, പോർട്ട് 1 എന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പോർട്ട് 2ലേക്കും പോർട്ട് 3ലേക്കും പോർട്ട് 4ലേക്കും മാത്രമാണ് ട്രാൻസ്മിറ്റ് ആവുക. പോർട്ട് 3ലേക്ക് ഒന്നും തന്നെ വരില്ല. അതായത് ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ് വേവ് ഗൈഡ് അല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നൽ പാസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുപോലെ പോർട്ട് 2 എന്നാണ് നമ്മൾ സിഗ്നൽ പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോർട്ട് 1ലേക്കും പോർട്ട് 3ലേക്കുമാണ് പോകുന്നത്. പോർട്ട് 4ലേക്ക് ഒരു സിഗ്നലും തന്നെ പാസ്സാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ് സിഗ്നൽ പാസ്സാവുന്നത്. ഇനി പോർട്ട് 3യിൽ നിന്ന് നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ പോർട്ട് 3യിൽ നിന്ന് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പോർട്ട് 4ലേക്ക് പോവും, പോർട്ട് 2ലേക്കും പോവും. പക്ഷേ പോർട്ട് 1ലേക്കും ഒന്നും ട്രാൻസ്മിറ്റ് ആവില്ല. നേരെ തിരിച്ച് പോർട്ട് 4ൽ നിന്ന് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും അതും ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ് സിഗ്നൽ പാസിങ് നടക്കുന്നത്. പോർട്ട് 2ലേക്ക് പാസ്സാവുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പോർട്ട് 1 and 3 ആർ ഡീകപ്പിൾഡ് ആൻഡ് പോർട്ട് 2 and 4 ആർ ഓൾസോ ഡീകപ്പിൾഡ്. ഓക്കെ, directional coupler is a 4-port waveguide junction. It consists of a primary waveguide 1, 2 and a secondary waveguide 3, 4. Primary waveguide is represented using port 1 and 2, secondary waveguide using port 3 and 4. When all ports are terminated in their characteristic impedances, there is a free transmission of power without reflection between port 1 and 2. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എല്ലാ പോർട്ട്സും ടെർമിനേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസിലാണെന്നാണ്. അതുകൊണ്ട് ഒരു ടൈപ്പ് ഓഫ് റിഫ്ലക്ഷനും ഇല്ല. പോർട്ട് 1ൽ കൊടുക്കുന്ന സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് പോർട്ട് 2ലേക്ക് പാസ്സാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ ഇസ് നോ ട്രാൻസ്മിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ പോർട്ട് 1 ആൻഡ് പോർട്ട് 3 ഓർ ബിറ്റ്വീൻ പോർട്ട് 2 and 4 ബിക്കോസ് നോ കപ്ലിംഗ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് 2 പെയർ ഓഫ് പോർട്ട്സ്. പോർട്ട് 1ഉം 3ഉം ഡീകപ്പിൾഡ് ആണ്, പോർട്ട് 2ഉം 4ഉം ഡീകപ്പിൾഡ് ആണ്. ദ ഡിഗ്രി ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ പോർട്ട് 1 ആൻഡ് പോർട്ട് 4 ആൻഡ് ബിറ്റ്വീൻ പോർട്ട് 2 ആൻഡ് പോർട്ട് 3 ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ കപ്ലർ. നമ്മൾ പറഞ്ഞു പോർട്ട് 1ഉം 2ഉം ലീനിയർലി കപ്പിൾഡ് ആണ്. പോർട്ട് 1ൽ നിന്ന് പോർട്ട് 3ലേക്ക് എത്ര സിഗ്നൽ പാസ്സാവുന്നുണ്ട് എന്നുള്ളത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, കപ്ലറിൻ്റെ സ്ട്രക്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ പോർട്ട് 2ൽ നിന്ന് പോർട്ട് 3ലേക്ക് എത്ര സിഗ്നൽ പാസ്സാവുന്നുണ്ട് എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്യുന്നത് കപ്ലറിൻ്റെ സ്ട്രക്ചറിനെയാണ്. ഇനി നമ്മൾ പവർ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചില ടേംസ് എടുക്കുന്നുണ്ട്. കപ്ലിംഗ് ഫാക്ടറും ഡയറക്റ്റിവിറ്റിയാണ് മെയിനായിട്ടുള്ള ടേംസ്. നമുക്കറിയാം പോർട്ട് 1ൽ ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യണം. പവർ P1 എന്ന് പറയുകയാണെങ്കിൽ പോർട്ട് 2ലേക്ക് സിഗ്നൽ മേജർ പാർട്ട് ഓഫ് ദ സിഗ്നൽ പോർട്ട് 2ലേക്കാണ് പാസ് ചെയ്യുന്നത്. അതിന് നമ്മൾ റിഫ്ലക്റ്റഡ് പവർ അല്ലെങ്കിൽ റേഡിയേറ്റീവ് പവർ PR എന്ന് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ P3ലേക്ക് വരുന്നത് ബാക്ക് പവറാണ്. അതിനെ PB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ P3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ 4th പോർട്ടിലേക്ക് വരുന്നത് ഫോർവേഡ് പവറാണ്. അതുകൊണ്ട് നമ്മൾ PF എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ P4 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ കപ്ലിംഗ് ഫാക്ടർ ഇസ് എ റേഷ്യോ ഓഫ് P1 to P4 ആൻഡ് ഡയറക്റ്റിവിറ്റി ഇസ് എ റേഷ്യോ ഓഫ് P4 to P3. P1 എന്ന് P4ലേക്ക് പോകുന്ന ആ ഫോർവേഡ് പാത്തിലുള്ള റേഷ്യോ ആണ് കപ്ലിംഗ് ഫാക്ടർ. അത് ഡെസിബിളിലാക്കുമ്പോൾ 10 log P1/P4 to the base 10 എന്ന് വരും. ഡയറക്റ്റിവിറ്റി അതുപോലെ P4 to P3 റേഷ്യോ ആണ്. അതിനെ ഡെസിബിളിലാക്കി റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഒരു ടേമും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അതിന് ഐസൊലേഷൻ എന്നാണ് പറയുക. P1 to P3 റേഷ്യോനെയാണ് P1 to P3 റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസൊലേഷൻ എന്ന് പറയുന്നത്. അത് ഡെസിബിളിലേക്ക് ആക്കുമ്പോൾ 10 log P1/P3 to the base 10 എന്ന് വരും. ഐസൊലേഷൻ ഈസ് ഈക്വൽ ടു എന്താണ് വരിക, സം ഓഫ് കപ്ലിംഗ് ഫാക്ടർ ആൻഡ് ഡയറക്റ്റിവിറ്റി ആണ്. ഓക്കെ,
So the coupling factor is a measure of the ratio of power levels in the primary and secondary lines. Primary വേവ്ഗൈഡിലെ ലൈനിലും സെക്കൻഡറി വേവ്ഗൈഡിലെ ലൈനിലും വരുന്ന സിഗ്നലിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്ലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ദ ഡയറക്ടിവിറ്റി ഈസ് എ മെഷർ ഓഫ് ഹൗ വെൽ ദ ഫോർവേഡ് ട്രാവലിംഗ് വേവ് ഇൻ ദ പ്രൈമറി വേവ്ഗൈഡ് കപ്പിൾസ് ഓൺലി ടു ദ സ്പെസിഫിക് പോർട്ട് ഓഫ് ദ സെക്കൻഡറി വേവ്ഗൈഡ്. നമ്മൾ ഇൻപുട്ട് വരുന്ന സിഗ്നൽ എത്ര നന്നായിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത പോർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്നതെന്നുള്ള റേഷ്യോ ആണ് ഡയറക്ടിവിറ്റി. ഓക്കെ, ഇനി ഐഡിയൽ ഡയറക്ഷണൽ കപ്ലർ ആണെങ്കിൽ ഈ ഡയറക്ടിവിറ്റി എന്ന് പറയുന്ന റേഷ്യോ എത്രയായിരിക്കണം? നമുക്കറിയാം P3 അല്ലെങ്കിൽ PB എന്ന് പറയുന്നത് ബാക്ക്വേർഡ് പവറാണ്, അത് അൺഡിസൈഡ് വാല്യൂ ആണ്. അപ്പോൾ അത് 0 ആവണം. അപ്പോൾ P3യുടെ വാല്യൂ 0 ആണെന്ന് പറയുമ്പോൾ ഡയറക്ടിവിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആവണം. അപ്പോൾ ഇൻഫിനിറ്റ് വാല്യൂ ആണ് നമ്മൾ ഡിസൈർ ചെയ്യുന്നത് ഫോർ ഡയറക്ടിവിറ്റി. ഇനി ഡയറക്ഷണൽ കപ്ലറിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് 2 ഹോൾ ഡയറക്ഷണൽ കപ്ലറാണ്. ഈ ഫിഗറിൽ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് 2 ഹോൾ എന്ന് പറയുന്നത് എന്നുള്ളത്. ഇവിടെ 2 ഹോൾസാണ് 2 വേവ് ഗൈഡും തമ്മിലുള്ളത്. ഈ 2 ഹോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2n+1 × λg/4 എന്നുള്ള റേഷ്യോയിലാണ് 2 വേവ് ഗൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ എപ്പോഴും ഫോർവേഡ് പാത്തിൽ സിഗ്നൽ ട്രാൻസ്മിഷൻ നടക്കുന്നതും ബാക്ക്വേർഡ് പാത്തിൽ സിഗ്നൽ 0 ആവുന്നതും. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പോർട്ട് 1 നിന്നാണ് സിഗ്നൽ വരുന്നതെന്ന് കൺസിഡർ ചെയ്യാം. പോർട്ട് 1 നിന്നാണ് സിഗ്നൽ വരുന്നത്. അപ്പോൾ അത് നാച്ചുറലി പോർട്ട് 2ലേക്ക് പാസ്സാവും. ഇനി പോർട്ട് 3ലേക്ക് പോർട്ട് 4ലേക്ക് അത് പോവില്ലേ? പോകും. 2 പാത്തിക്കൂടെ പോവാം, ഈ പാത്തിക്കൂടെയും പോവാം, അല്ലെങ്കിൽ ഈ പാത്തിക്കൂടെയും പോവാം. ഇനി 2 പാത്തിക്കൂടെ പോവുകയാണെങ്കിലും ഈ സിഗ്നലിൽ വരുന്ന പാത്ത് ഡിഫറൻസ് സെയിം ആണ്. ഇങ്ങനെ പോയാലും പാത്ത് ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ ആഡ് ആവുമ്പോൾ രണ്ടും സിഗ്നലിൽ ആഡ് ആയിട്ടൊരു പ്രോപ്പർ സിഗ്നൽ നമുക്ക് പോർട്ട് 4ൽ കിട്ടും. പക്ഷേ അതേ സമയത്ത് പോർട്ട് 1ൽ നിന്ന് കൊടുക്കുന്ന സിഗ്നൽ പോർട്ട് 3ലേക്ക് വരാനും 2 പാത്തുണ്ട്. ഒന്നെങ്കിൽ ഈ പാത്തിക്കൂടെ വരാം, അല്ലെങ്കിൽ ഈ പാത്തിക്കൂടെ വരാം. അപ്പോൾ ഈ 2 പാത്തിൽ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ് വരുന്നത്? നമ്മളിവിടെ n = 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് λ/4 ആണ്, അല്ലെങ്കിൽ λg/4 ആണ്. അപ്പോൾ ഒരു സിഗ്നൽ ഡയറക്റ്റ്ലി ഇങ്ങനെ വരുന്നു, ഒരു സിഗ്നൽ λg/4 + λg/4, അതായത് λg/2 പാത്ത് ഡിഫറൻസ് വരുന്ന രീതിയിലാണ് ഇവിടെ എത്തുന്നത്. അതായത് 2 സിഗ്നൽ തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ എന്തായി പോകും? ക്യാൻസലായിട്ട് പോകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡയറക്ഷണൽ കപ്ലറിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ് സിഗ്നൽ ട്രാൻസ്മിഷൻ നടക്കുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇനി എസ് മെട്രിക്സ് കാൽക്കുലേഷൻ ഓഫ് ഡയറക്ഷണൽ കപ്ലർ ആണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ഓരോ പോർട്ടും കംപ്ലീറ്റ്ലി മാച്ച്ഡ് ആണ്. കംപ്ലീറ്റ്ലി മാച്ച്ഡ് ആണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോർട്ടിൽ നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പോർട്ടിലേക്ക് ഒരു രീതിയിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് S11 = 0 ആയിരിക്കും. അതുപോലെ എല്ലാ പോർട്ട്സും, അതുകൊണ്ട് S22, S33, S44 എല്ലാം 0 ആണ്. അപ്പോൾ എസ് പാരാമീറ്റർ എന്താ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ SIJ എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? jth പോർട്ടിൽ നിന്ന് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ith പോർട്ടിലേക്ക് എത്ര റിഫ്ലക്ഷൻ വരുന്നു എന്നുള്ള റേഷ്യോ ആണ്. റിഫ്ലക്റ്റഡ് പവർ അറ്റ് ith പോർട്ട് ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് പവർ അറ്റ് പോർട്ട് J. ആ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SIJ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോർട്ടിൽ നിന്ന് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതേ പോർട്ടിലേക്ക് റിഫ്ലക്ഷൻ ഇല്ലെങ്കിൽ ആ S11, S22, S33, S44 ഒക്കെ എന്താവും? 0 ആവും. അപ്പോൾ എല്ലാ എലമെൻറ്റ്സ് 0 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞു പോർട്ട് 1ഉം പോർട്ട് 3യും തമ്മിൽ കപ്ലിംഗ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് S13, അതായത് തേർഡ് പോർട്ടിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോർട്ടിൽ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ S31 0 ആണ്, S24 0 ആണ്, S42 0 ആണ്. കാരണം എന്താ? പോർട്ട് 2ഉം 4ഉം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീകപ്പിൾഡ് ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? എസ് പാരാമീറ്ററിൻ്റെ ഡയറക്ഷണൽ കപ്ലറിൻ്റെ എസ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഡയറക്ഷണൽ കപ്ലറിൻ്റെ എസ് മെട്രിക്സ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നോക്കാം. 2 ഹോൾ ഡയറക്ഷണൽ കപ്ലർ ഒരു 4 പോർട്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ എസ് മെട്രിക്സ് ഒരു 4x4 മെട്രിക്സ് ആയിരിക്കും. S11, S12, S13 എക്സെട്ര S44 വരെ വാല്യൂസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഡയറക്ഷണൽ കപ്ലറിലെ എല്ലാ പോർട്ട്സും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ S11 = S22 = S34 = S44 എന്തായിരിക്കും? 0 ആയിരിക്കും. അത് സെക്കൻഡ് ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യാം. ഇനി പോർട്ട് 1ഉം പോർട്ട് 3യും തമ്മിൽ കപ്ലിംഗ് ഇല്ലാത്തത് കൊണ്ട് S13 = 0 ആയിരിക്കും. അതുപോലെ S31 = 0 ആയിരിക്കും. അതുപോലെ പോർട്ട് 2 ആൻഡ് പോർട്ട് 4 ആർ
പെർഫെക്റ്റ്ലി ഡീകപ്പിൾഡ് ആണ്, അല്ലെങ്കിൽ ദർ ഇസ് നോ കപ്ലിംഗ് ബിറ്റ്വീൻ പോർട്ട് 2 and 4 ആണ്. അതുകൊണ്ട് പോർട്ട് S24 = S42 = 0 ആയിരിക്കും. നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എസ് മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ സിമെട്രി പ്രോപ്പർട്ടിയും അപ്ലൈ ആണ്. സിമെട്രി പ്രോപ്പർട്ടി എന്തായിരുന്നു? SIJ = SJI. അപ്പോൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു മെട്രിക്സ് കിട്ടും. ഇനി നമ്മൾ യൂണിറ്ററി പ്രോപ്പർട്ടി അപ്ലൈ ആണ്. യൂണിറ്ററി പ്രോപ്പർട്ടി എന്തായിരുന്നു? S × S∗I ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന് ശേഷം R1 C1 എന്നുള്ള ഇക്വേഷൻ എഴുതി. R1 C1 = 1, R2 C2 = 1 എന്നുള്ള ഇക്വേഷൻ, അതായത് R1 C1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ 0 × 0 പ്ലസ് S12 × S12 കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് S12 സ്ക്വയർ പ്ലസ് S14 സ്ക്വയർ എന്നുള്ള ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അത് 4th ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? R2 C2 ഇത് കണ്ടുപിടിച്ചു, അതിൻ്റെ വാല്യൂ 1 നീട്ടി. അതിന് ശേഷം R3 C3 മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി അതിന് ശേഷം ചെയ്യുന്നത് എന്താ വെച്ചാൽ R1 C3 കണ്ടുപിടിക്കും. R1 C3യുടെ ഇക്വേഷൻസ്, R1 C3 എന്താണ് വരിക? ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം. ഇത് തന്നെയാണ് നമ്മൾ മാജിക് ടീയിലും ചെയ്തത്. സെയിം ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ S12 × S23 കോൺജുഗേറ്റ് പ്ലസ് S14 × S34 കോൺജുഗേറ്റ് = 0 എന്ന് കിട്ടും. അത് 7th ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇക്വേഷൻ 4ഉം 5ഉം കമ്പയർ ചെയ്യുകയാണെങ്കിൽ 4ഉം 5ഉം = 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് S12 സ്ക്വയർ പ്ലസ് S14 സ്ക്വയർ = S12 സ്ക്വയർ പ്ലസ് S23 സ്ക്വയർ ആണ്. S12 സ്ക്വയർ രണ്ട് സൈഡിലും ക്യാൻസലായി പോവും. പിന്നെയുള്ളത് എന്താ കിട്ടുക? S14 = S23 എന്നുള്ളത് കിട്ടും. അതുപോലെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് 5th ഇക്വേഷനും 6th ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ നിന്ന് S23 ക്യാൻസലായി പോകും. S12 = S34 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് S14 = S23 എന്ന ഇക്വേഷനെ 8th ഇക്വേഷനായിട്ടും S12 = S34 എന്നുള്ള ഇക്വേഷനെ 9th ഇക്വേഷനായിട്ടും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എസിൻ്റെ വാല്യൂ റിയൽ ആൻഡ് പോസിറ്റീവ് വാല്യൂ ആണെന്നാണ്. അതായത് നമുക്ക് മാജിക് ടീയിൽ ഇത് ചെയ്തപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള വാല്യൂ ഏതെങ്കിലും ഒരു എസ് പാരാമീറ്ററിന് കിട്ടിയായിരുന്നു, 1/2 അല്ലെങ്കിൽ 1/√2 അങ്ങനെ ഒരു വാല്യൂ കിട്ടിയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് S12 എന്ന് പറയുന്ന വാല്യൂ ഒരു റിയൽ ആൻഡ് പോസിറ്റീവ് വാല്യൂ ആണെന്നുള്ളത്. അതിൻ്റെ വാല്യൂ P എന്ന് നമ്മൾ എടുക്കുകയാണ്. അതിനെ 10th ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഈ 10th ഇക്വേഷൻ നമ്മൾ 7th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ S12 = S34 ആയതുകൊണ്ട് എന്ത് പറ്റും? S12നും S34നും പകരം നമുക്ക് P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P റിയൽ ആൻഡ് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് P കോൺജുഗേറ്റ് എന്ത് തന്നെയായിരിക്കും? P തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ വരിക? P × S23 കോൺജുഗേറ്റ് പ്ലസ് S14 × P = 0 ആണ്. അതൊന്ന് P പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ അപ്പോൾ നമുക്ക് കിട്ടുക എന്താ വെച്ചാൽ S23 കോൺജുഗേറ്റ് പ്ലസ് S23 = 0. ഒരു നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 0 കിട്ടണമെങ്കിൽ എന്ത് വേണം? അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മൾ S23നെ ഒരു കോംപ്ലക്സ് വാല്യൂ ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യുകയാണ്. അതുകൊണ്ട് S23 = JQ എന്ന് എടുക്കുകയാണ്. അപ്പോൾ S മെട്രിക്സ് ഓഫ് ഡയറക്ഷണൽ കപ്ലർ എന്താണ് കിട്ടുന്നത്? 0P 0JQ P 0JQ 0 0JQ 0P JQ 0 P 0 എന്നുള്ളതാണ്. ഓക്കെ.